ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു സമയം നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് എത്രത്തോളമാണ് ഇമോഷണലി കണക്ട് ആവുന്നത് എന്ന് നമുക്ക് നോക്കാം. കർമ്മ ബാലൻസ്, അട്രാക്റ്റിംഗ് സ്ട്രെങ്ത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങളെ വേദനിപ്പിച്ചു പോയ ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ അവരിപ്പോ ഒരു കർമ്മ നേരിടുന്നതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അപ്രതീക്ഷിതമായിട്ടൊരു തിരിച്ചടി ഈ ഒരു സമയത്ത് നേരിട്ടുകൊണ്ട് നിൽക്കുന്ന സമയമാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ അവരിപ്പോ ഫേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഒരു അട്രാക്ഷൻ നിങ്ങളുടെ പേഴ്സണ് തോന്നിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിന്റെ നിലനിൽപ്പ് വീണ്ടെടുക്കണം എന്നൊരു ചിന്ത അവരിൽ വന്നു തുടങ്ങിയിരിക്കുന്നു. കാലം അവരെ കൊണ്ട് ആ ഒരു രീതിയിൽ ചിന്തിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. അപ്പൊ ഈ ഒരു സമയത്ത് ഇമോഷണലി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വളരെയധികം കണക്ട് ആവുന്നുണ്ട്. ഇമോഷണലി എന്ന് പറയുമ്പോൾ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം തന്നെയാണ് അവർക്ക് തോന്നുന്നത്. ഈ ഒരു ബന്ധത്തിൽ ഒരു അബണ്ടൻസ്, ഒരു ഹാപ്പിനെസ് നിലനിർത്താനും അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു ട്രസ്റ്റ് ഒക്കെ വീണ്ടെടുത്ത് എല്ലാ രീതിക്കും ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഒരു മനസ്സ്, അല്ലെങ്കിൽ അതിനു വേണ്ടി എഫേർട്ട് എടുക്കാനുള്ള ഒരു മനസ്സ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ വരുന്നുണ്ട്. ഇപ്പൊ പ്രസന്റ് സിറ്റുവേഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഒരു അട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ എനർജിയാണ്, അല്ലെങ്കിൽ അവരായിട്ട് തന്നെ നിങ്ങളെ അവരുടെ ലൈഫിൽ കണക്ട് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നതിൽ മനസ്സുകൊണ്ട് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ പ്രയോറിറ്റി നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരു പേഴ്സന്റെ എനർജി തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇവരുടെ ഹാർട്ട് ചക്ര കാര്യങ്ങളെല്ലാം ഈ ഒരു സമയത്ത് ഓപ്പൺ ആവുന്നുണ്ട്. തീർച്ചയായും യൂണിവേഴ്സിന്റെ ഇടപെടൽ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് ഇത്രത്തോളം ഒരു ഇമോഷണൽ കണക്ഷൻ തോന്നാനുള്ള പ്രധാനമായിട്ടുള്ള ഒരു കാരണം. ഇതാണ് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഇമോഷൻസ് എത്രത്തോളം കണക്ട് ആവുകയാണ് എന്നുള്ളത് നോക്കുമ്പോൾ വരുന്നത്.